കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ ഹിന്ദു മഹിളാ മന്ദിരം ലളിത ടീച്ചറോടൊപ്പം സന്ദർശിച്ചിരുന്നല്ലോ. ഈ ഹിന്ദു മഹിളാ മന്ദിരത്തിന്റെ ചരിത്രം അങ്ങേക്കൊന്ന് ലഘുവായിട്ട് വിവരിക്കാമോ? 1918 ഹിന്ദു മഹിളാ മന്ദിരം പൂജപ്പുരയിൽ ആരംഭിക്കുന്നത്. അപ്പൊ ഈ മന്ദിരം ആരംഭിച്ച ചിന്നമ്മ അവര് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യൻ തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെ ശിഷ്യയാണ്. അപ്പൊ തീർത്ഥപാദ പരമഹംസ സ്വാമികൾക്ക് ഒരു ആശയം ഇടക്കാലത്ത് തോന്നി. വാഴൂർ തീർത്ഥപാദ ആശ്രമത്തിന്റെ ആചാര്യനായിരിക്കുമ്പോൾ വിവേകാനന്ദ മിഷൻ പോലെ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ നിർമ്മലാനന്ദ സ്വാമി ആരംഭിച്ചതാണ്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിൽ അത് അത്ര പ്രവർത്തന ആയിട്ടുണ്ടോന്ന് അറിയില്ല. അതുപോലെ വിവേകാനന്ദ മിഷൻ പോലെ തീർത്ഥപാദ മിഷൻ. അപ്പൊ അങ്ങനെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള സന്ദർഭത്തിൽ അദ്ദേഹം അത് രൂപീകരിച്ച സമയത്താണ് കോട്ടയത്ത് വലിയൊരു പ്രശ്നം നടന്നത്. അതായത് ഒരു ഹിന്ദു ബാലിക കോൺവെന്റിൽ ചേരാൻ നിർബന്ധിതയായി. കാരണം മാതാപിതാക്കള് ഇല്ലാതായി. പിന്നീട് അമ്മാവന്മാര് ഈ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയും അത് കേസും കൂട്ടുമൊക്കെയായി. അങ്ങനെ ഒടുവില് ആ കുട്ടിയെ ഹിന്ദു ആക്കിയിട്ട് വളർത്താന്ന് വന്നപ്പോ അങ്ങനെ വളർത്താനുള്ള ഒരു കേന്ദ്രമില്ല. അപ്പൊ അങ്ങനെ തീർത്ഥപാദ പരമഹംസ സ്വാമികളെ കോട്ടയത്തെ പല അഡ്വക്കറ്റുമാര് ധനാഢ്യന്മാരായ ഹിന്ദുക്കളൊക്കെ അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ഇതേപോലെ ബാലികാ മന്ദിരം തുടങ്ങണം എന്നുള്ളൊരു ആശയമുണ്ട്. ആ ആശയത്തിന് ഒരു സ്ത്രീ തന്നെ വേണമല്ലോ. അപ്പൊ അത് അന്വേഷിച്ച് അദ്ദേഹം പല ദിക്കുകളിലും പോയപ്പോഴാണ് ഈ ചിന്നമ്മയെ കിട്ടുന്നത്. അവരന്ന് BA BT കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവര് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് പഠിക്കുകയാണ് ചെയ്തത്. CV രാമൻ പിള്ളയുടെ അനുജനായ കുമാരപിള്ളയാണ് അവര് വിവാഹം കഴിക്കുന്നത്. അദ്ദേഹം ഈ അട്ടക്കുളങ്ങര വനിതാ ജയിലില് ഒരു ടൈലറോ അങ്ങനെ എന്തൊരു പൊസിഷൻ. ഇവരാണെന്ന് വെച്ചാൽ അന്നത്തെ BA BT. അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തില്, ചിന്നമ്മയുടെ ജീവിതത്തില് പലതരത്തിലുള്ള തീർത്ഥപാദ സ്വാമിയുടെ ശിക്ഷയാണ്. കാരണം സ്വാമി ഇങ്ങനെ അന്വേഷിച്ച് നടന്ന ഒരു സ്ത്രീയെ അന്വേഷിച്ചത്. വളരെ രസകരമായ ഒരു കാര്യം തീർത്ഥപാദ ജീവചരിത്രത്തിൽ എഴുതുന്നുണ്ട്. മുണ്ടക്കയത്തൊരു സ്ഥലത്തൊരു സ്ത്രീ, BT പാസ്സായ ഒരു സ്ത്രീ അവിടെയുണ്ട്. ഒരു നായർ വീട്ടില് സ്വാമി ചെന്നു. വണ്ടിയൊക്കെ കയറി നടന്ന പാടം കടന്ന് ചെന്ന് അപ്പൊ നായർ സ്ത്രീയുടെ അമ്മ വന്നു. എന്താ വന്നു? ഇങ്ങനെ മകള് BA BT ഒക്കെ കഴിഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, വരണം എന്ന് അദ്ദേഹം വിളിക്കാൻ വന്നപ്പോഴാണ് ആ അമ്മ ഉടനെ വീടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വന്നതൊരു ഒലക്ക കൊണ്ട്. എന്നിട്ട് ഈ ഒലക്കയുള്ള കാലത്തോളം ഞങ്ങൾ നായന്മാർക്ക് മറ്റ് ജോലി ചെയ്ത് ജീവിക്കണം. തീർത്ഥപാദ ചരിത്രത്തിലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കേരളം കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്നമ്മയെ ഈ ബാലികാ സദനത്തില് ചുമതലയേൽപ്പിക്കുന്ന അവര് സ്കൂൾ ഇൻസ്പെക്ടറായിട്ട് നടന്നവരാണ്. അപ്പൊ അത് രാജിവെക്കുകയാണോ അതോ അത് റിട്ടയർഡ് ആവുക, അത് ക്ലിയർ അല്ല. അങ്ങനെ വന്ന് ആരംഭിച്ചതാണ് പൂജപ്പുര വന്ന് ഇത് തുടങ്ങാൻ. കാരണം അവര് തിരുവിതാംകൂറിലാണ് ഈ ചിന്നമ്മയുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ആരോ ഈ സ്ഥലം ഡൊണേറ്റ് ചെയ്തു. അതും സമുദായോദ്ധാരകൻ കൃഷ്ണപിള്ള നായർ ഭൃത്യ സംഘം രൂപീകരിച്ചിരുന്നു തിരുവിതാംകൂറിൽ. കൃഷ്ണപിള്ള, CV രാമൻപിള്ള ഒക്കെ കൂടി. അത് മന്നത്ത പത്മനാഭൻ NSS തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പൊ അവരുടെയൊക്കെ സഹായ സഹകരണം കൊണ്ടാണ് പൂജപ്പുരയിൽ ഇത് ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ബാലികാ സദനം തുടങ്ങി. പിന്നീട് ക്രമേണ ഒരു സ്കൂള് തുടങ്ങി. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, നമ്മളിപ്പോ സ്വയം പ്രകാശാശ്രമത്തിലെ ലളിത ടീച്ചറേയും കൊണ്ടാണല്ലോ ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പോ കടക്കൂട്ടത്തിനടുത്തുള്ള കുളത്തൂരുള്ള സ്വയം പ്രകാശാശ്രമം സ്ഥാപിച്ച സ്വയം പ്രകാശ യോഗിനിയമ്മ ഈ ആശ്രമത്തിന്റെ ആദ്യകാലത്തെ സെക്രട്ടറി. അവരാണ് അവിടെ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. പിന്നെ ഇപ്പൊ അതിന്റെ പ്രസിഡന്റ് രാധാലക്ഷ്മി പത്മരാജന്റെ ഭാര്യ. അപ്പൊ അവര് നേതൃത്വത്തിലൊക്കെയാണ് ഇപ്പൊ ഈ
ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഹിന്ദു മഹിളാ മന്ദിരത്തിന്റെ ചരിത്രം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള എത്ര ആൾക്കാർ അറിയില്ല. ഇവിടെ എനിക്കൊന്നും തന്നെ ഞാൻ അങ്ങനെ വായിക്കാൻ ഇടയായിട്ടുമില്ല. പലതവണ അവിടെ പോയിട്ടുണ്ട്. അതെ അതെ പോയിട്ടുണ്ട്. ആര്യ സമാജത്തിന്റെ പണ്ഡിറ്റ് ഋഷിറാം ഒരിക്കൽ വന്ന് സാധുശീലം പരമേശ്വരൻ പിള്ളയോട് ചോദിച്ചു, ഇങ്ങനെ ഹിന്ദുമത സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നത്. അദ്ദേഹം കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ച രാമകൃഷ്ണ മിഷന്റെ ചില കേന്ദ്രങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി, അനാഥരായ ബാലികാ ബാലന്മാർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന അന്ന് 1930കളിൽ പോലും ഈ ഹിന്ദു മഹിളാ മന്ദിരം ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു ചരിത്രം വിസ്മൃതിയിലാകുന്നു എന്ന് പറയുമ്പോ നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോ ലളിത ടീച്ചർ സ്വയം പ്രകാശാശ്രമത്തിൽ ജീവിക്കുന്ന കേരളപാണിനിയുടെ പൗത്രി ലളിത ടീച്ചറും കൊണ്ട് നമ്മൾ അവിടേക്ക് പോവാനും അത് നമ്മൾ ടീച്ചറുടെ കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ. താങ്കളും ലളിത ടീച്ചർക്ക് നുച്ചൂർ പങ്കിട്ടു രമണ ശരണതീർത്ഥന്റെ ഇത് പുസ്തകം അവിടെ വെച്ച് കൊടുക്കുന്നു, ടീച്ചർ കൊടുക്കുന്നു, ടീച്ചർ ആശ്രമത്തിന് കൊടുക്കുന്നു. ടീച്ചറെ അവർ പ്രത്യേകമായിട്ട് ആദരിക്കുകയും ചെയ്തത്. ഒരു കാലത്ത് സ്വയം പ്രകാശ ആശ്രമത്തിലും ഈ ഹിന്ദു മഹിളാ മന്ദിരത്തിലും ഒന്നാന്തരം ലൈബ്രറി ഉണ്ട് വളരെ. അപ്പൊ ആ ലൈബ്രറിയിൽ പോയി വായിക്കുക, അങ്ങനെ എന്തുണ്ടാവും? വാസ്തവത്തിൽ അക്കാലത്ത് ഈ സ്വയം പ്രകാശ ആശ്രമത്തിലും ഹിന്ദു മഹിളാ മന്ദിരത്തിലും താമസിച്ചവര് അനാഥരാണെങ്കിലും അവർ പിൽക്കാലത്ത് സനാതരായി തീർന്നു. ആ വേടാണ് അടിവരയിട്ട് പറയുന്നത്. അനാഥരായ സ്ത്രീജനങ്ങൾക്ക് സനാതരാവാനുള്ള കേന്ദ്രമായിരുന്നു ഈ ഹിന്ദു മഹിള സ്വയം പ്രകാശ വേണ്ടിയാണ്. സ്വയം പ്രകാശ യോഗനിയമ സ്ഥാപിച്ചു. സർവസാക്ഷിയമ്മ, കൊല്ലത്തമ്മ എന്ന് പറയുന്ന സർവസാക്ഷിയമ്മയുടെ ശിക്ഷ സ്വയം പ്രകാശ യോഗനിയമ 1915 അത് ആരംഭിച്ചത്. 1927 ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറി. അടുത്ത വർഷം അതിന്റെ 100ാം വാർഷികം വരില്ല. അന്ന് അതിന്റെ പേര് ഹിന്ദു മതാശ്രമം. പിന്നീടാണ് സ്വയം പ്രകാശ യോഗിനിയമ്മയുടെ ശിഷ്യൻ ഗുരുദാസാനന്ദ സ്വാമിയാണ് തൻ്റെ ഗുരുവിന്റെ പേരിൽ ആ ആശ്രമം വെട്ടിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളത്തില് അതിൻ്റെ ഒരു കാലഘട്ടത്തിലെ നവോത്ഥാന കേന്ദ്രങ്ങളുടെ ചരിത്രം വിസ്മൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കഴിയുന്നത്. അപ്പൊ ഈ യാത്ര കുളത്തൂര് സ്വയം പ്രകാശാശ്രമത്തിൽ നിന്ന് പൂജപ്പുരയുള്ള ഹിന്ദുമതാശ്രമത്തിലേക്ക് വരാനിടയായത് നമ്മുടെ ഒരു വലിയൊരു വലിയൊരു ഭാഗ്യമാണ്. നമുക്കന്ന് അവിടെ ഇതെല്ലാം കാണാനും സാധിച്ചു, കുട്ടികളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും അതൊരു വലിയ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തന്ന ഒരു അനുഭവം തന്നെയായിരുന്നു.